ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വീഡിയോ നമ്മുടെ റിയാക്ട് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കാറ്റഗറി പോലെ തന്നെ നിങ്ങളെ ആദ്യമേ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, ഇത് ജനങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പറയാനുള്ള അവകാശ സ്വാതന്ത്ര്യമാണ് ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ തുറന്നു പറയുന്നത്. ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരാം. ഞങ്ങളുടെ വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. വനിതകളോട് എല്ലാം ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു KSRTC ബസ്സിൽ ഒരുപാട് എനിക്കത് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പാടില്ല. കാരണം ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ചിലപ്പോൾ പോലീസ് പിടിക്കാനോ അല്ലെങ്കിൽ എന്നെ കയറിൽ കയറ്റാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു KSRTC ബസ്സിൽ ഈ പറക്കും തളിക എന്ന് പറയുന്ന ഒരു കിടിലൻ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മുഴുവൻ അറിയാം. ഈ പറക്കും തളിക എന്ന് പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ചിരിക്കുന്ന ഒരു പടമാണ്. ആ ഒരു പടം നമ്മളിപ്പോൾ എത്ര തവണ കണ്ടാലും വീണ്ടും ഒന്നും കൂടി ആയി തൊട്ടിരുന്ന് കണ്ടാലും മടുപ്പില്ലാത്ത ഒരു പടം. അതായത് ആ ഒരു സമയത്തുള്ള ഒരു പടമാണ്. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ ഒരു കുറ്റങ്ങളൊക്കെ ആരോപിക്കുന്നതിന് മുമ്പ് തൊട്ടേ സിനിമ ഫീൽഡിലുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ശരിക്കും പുള്ളിയുടെ ഒരു കഴിവ് തെളിയിച്ചൊരു പടം എന്ന് തന്നെ പറയാം പറക്കും തളിക. അപ്പോൾ ആ ഒരു ഇത് പടത്തിൻ്റെ റിവ്യൂ അല്ല കേട്ടോ. അപ്പം ആ പടം അങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ആൾക്കാർക്കും ഞാൻ പറഞ്ഞില്ല അതുപോലത്തെ ഒരു പടമാണ്. അപ്പോൾ ആ ഒരു പടം ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു KSRTC ബസ്സിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത KSRTC ബസ്സിൽ ഇടുകയും അതിന് എതിരായിട്ട് ഒന്നോ രണ്ടോ പേര് അതിൻ്റെ അകത്ത് ആ വീഡിയോ ഇത് മനോരമയിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ന്യൂസിൽ കാണിക്കുന്ന ആ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ആരാന്നോ എന്താണെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കാരണം ഇപ്പം ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം ഭയങ്കര വില കൊടുക്കുന്ന ഒരു തരത്തിലുള്ള നിയമവശങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രം അവരുടേതായ കുറേ നിയമങ്ങൾ മാത്രം എഴുതി കൊടുക്കുകയും പുതിയതായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള കുറച്ച് നിയമങ്ങളുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ തുറന്ന് പറയാനായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു പബ്ലിക് പ്ലേസിൽ പ്രസിദ്ധീകരിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ്. ഇത് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം നമുക്കറിയാം ഒരു കാലത്ത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സിനിമ എന്ന് പറയുന്ന ഫാമിലി ആയിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കഴിവ് തെളിയിച്ചിരിക്കുന്ന ഒരു ആക്ടർ തന്നെയല്ല. ഞാനൊരു ദിലീപിൻ്റെ ഫാനോ അല്ലെങ്കിൽ മറ്റൊരു ആക്ടേഴ്സിൻ്റെ ഒരു ഫാനിൽ ഉള്ള ആളല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു മതപരമായിട്ട് ഉള്ള ആളല്ല. ജനപ്രതിനിധി, അതായത് ജനങ്ങളുടെ ഒരു ഇതിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഒരു വോയിസിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതൊരു പബ്ലിക് പ്ലേസിൽ പുള്ളിക്കാരനെ ഒരു സിനിമ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം എഴുന്നേറ്റ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് ചോറ് വേണ്ട, ഞാൻ ചോറ് ഉണ്ണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അറിയാവുന്നവരെയും എൻ്റെ കൂട്ടത്തിലുള്ളവരെയും ഞാൻ ചോറ് തീറ്റിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതിപ്പോൾ ഒരാൾക്ക് ഒരാളുടെ പടം ഇഷ്ടമല്ല. അതായത് കോടതിയിൽ കുറ്റം ആരോപിക്കപ്പെട്ട് കോടതി വെറുതെ വിട്ട ഒരാളുടെ പടം കുറ്റവിമുക്തനാക്കി കോടതി വെറുതെ വിട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടം ഒരു പബ്ലിക് പ്ലേസിൽ വരുമ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറയണമെങ്കിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ മറ്റേ എന്താ പറയുക, ഫെമിനിസം തലയ്ക്ക് പിടിച്ചിരിക്കുക അങ്ങനത്തെയൊക്കെയുള്ള ഒരിതാണ്. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി കോടതി, നമ്മുടെ ഗവൺമെൻറ് കോടതി തന്നെ വെറുതെ വിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ഉള്ള ഒരിത്, അതായത് കോടതിക്ക് കുറ്റം തെളിവുകളൊന്നും അതിന് പുള്ളിക്കാരനെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് കോടതി അദ്ദേഹത്തിനെ വെറുതെ വിടുകയും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇതിൽ തന്നെ ഇപ്പോഴും തെളിവുകളും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഈ ഓരോ കുറ്റങ്ങൾ ചെയ്ത തെളിവുകൾ വരെയുണ്ട്. ഇവിടെ മുകേഷ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഏതോ ഇതിൻ്റെ ക്രിയ പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനി അത് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയാനും ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള തെളിവുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു ഇതൊന്നും കണ്ടില്ല. നമ്മുടെ വേടനും ഇതുപോലെ തന്നെയായിരുന്നു. വേടൻ എന്തോ ഇങ്ങനെ ഈ ഒരു ക്രിയ ചെയ്തു, അല്ലെങ്കിൽ ഇതിനുള്ള തെളിവുകളുണ്ട്, ഒളിവിലായിരുന്നു, അല്ലെങ്കിൽ വന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരാളും കൂടി നമ്മുടെ കളത്തിലോട്ട് വന്ന് അബ്ദുൽ മാങ്കുട്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും കൂടി, അദ്ദേഹത്തിന് തെളിവുകളുണ്ട്. ഇത് അവർ തെളിവുകൾ ഉണ്ടാഞ്ഞിട്ടും രാഷ്ട്രീയ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കാനായിട്ട് കോടതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് തന്നെ അതേ കോടതി തന്നെ തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ വെറുതെ വിട്ട ഒരു ആക്ടറിൻ്റെ പടം ഒരു പബ്ലിക് പ്ലേസിൽ റിലീസ് അല്ലെങ്കിൽ ഒന്ന് റിലീസ് ചെയ്തു എന്നും പറഞ്ഞ് അല്ലെങ്കിൽ കാണിക്കുന്ന പറഞ്ഞുകൊണ്ട് ഒരാൾ മാത്രം എഴുന്നേറ്റ് പ്രതികരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഇതൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതികരിച്ച ആളുടെ വീട്ടിൽ നിന്നോ ഒന്നും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പബ്ലിക് പ്ലേസാണ്. അല്ലെങ്കിൽ ഇത് കാണാൻ താല്പര്യമില്ലാത്ത ആളെ സംബന്ധിച്ച് അവർ വേണമെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയാം എനിക്ക് ഈ പടം കാണാൻ താല്പര്യം, എന്നെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞ പുള്ളിക്ക് കാണാൻ താല്പര്യമില്ലാത്ത ആൾ ഇറങ്ങി പോവുക. അല്ലാതെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു 10 പേര് കൂടുന്നിടത്ത് കുറച്ച് ആളാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി. അദ്ദേഹത്തിൻ്റെ പേരൊന്നും എടുത്ത് പറയാനോ ഒന്നുമല്ല, ന്യൂസിൽ പോലും അങ്ങനെ മോൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വീഡിയോയിൽ പോലും അത് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ ഇതൊരു ചോദ്യമായാൽ തന്നെ നമ്മളതിനകത്ത് നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊരു ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്തവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഒരു പടം ഇറങ്ങാൻ പോവുകയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ആക്ടറുടെ കൂടെ ഒരു പുതിയ പടം വരാൻ പോവുകയാണ്. ശരിക്കും ഞാൻ ഒരു ഫാനിലുള്ളതല്ല, ഒരു നടന്മാർ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു ആക്ടറുടെ കൂടെ ഒരു പുതിയ പടം, പുള്ളിക്കാരന് കുറ്റം ഉണ്ടെന്നുള്ളെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു നടൻ പുള്ളിക്കാരൻ്റെ കൂടെ പുതിയ പടം വരികയാണ്. ഇതിനു മുമ്പും കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഫിലിം ഫീൽഡിലും മറ്റു ഫീൽഡുകളിലെല്ലാം ജോലി ചെയ്യുകയും എല്ലാം ഇതുണ്ട്. ഇതിപ്പോൾ പിടിച്ചു വരുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആക്ടറൊന്നുമല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനൊന്നുമല്ല ഇത് ഉപയോഗിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊരു ആക്ടറാണ്, ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ കഴിവിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണുന്നത്. അല്ലാതെ മറ്റു കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വേറെ മറ്റൊരാളുടെ ഒരു ഇത് പറഞ്ഞുതരാം. വിനായകൻ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ മുന്നിൽ നമ്മൾ തല കുനിച്ചു പോകും. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല, പക്ഷേ ഞാൻ ആക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരനെ സംസാരിക്കാൻ അറിയാൻ മേലെ സംസാരിക്കേണ്ട, പുള്ളിക്കാരൻ്റെ കഴിവാണ് നമ്മൾ എടുത്ത് കാണേണ്ടത്. അതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് താല്പര്യമില്ലാത്തവർ വിട്ട് കളയുക. ഇതിപ്പോൾ എന്തെടുത്ത് പറഞ്ഞാലും അതിൻ്റെ എതിരെ ശിക്ഷിക്കപ്പെടാനായിട്ടുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ ആരും തന്നെ പ്രതികരിക്കത്തില്ല. ഇത് പ്രതികരണമല്ല, ഇത് അഭിപ്രായമാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റു പ്രതികരണങ്ങളോ നിങ്ങൾക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രതികരണം കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ ഒരു സിനിമ പ്രസിദ്ധീകരിച്ച് അല്ലെങ്കിൽ കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നത് അത് ശരിക്കും കോടതിയെ കളിയാക്കുന്നതിന് തുല്യമാണ്. കോടതി തെളിവുകൾ അത് പുള്ളിക്കുള്ള തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് കോടതി വെറുതെ വിട്ട ഒരാളുടെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ.